ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള DGP പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സെൻകുമാറിന് അതൃപ്തി. തന്നെ മാറ്റിയത് ചട്ടപ്രകാരമല്ലെന്നും ഇതിനെതിരെ തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര ശ്രമിച്ചാലും തനിക്ക് ബെഹ്റയെ പോലെ ആകാൻ കഴിയില്ലെന്നും സെൻകുമാറിന്റെ ഒളിയമ്പ്. ഏത് സ്ഥാനചലനത്തിനും അതിൻ്റെതായ സന്ദേശമുണ്ടാകുമെന്ന് DGP ജേക്കബ് തോമസും പറഞ്ഞു. സെൻകുമാറിനുള്ള മറുപടി പിന്നെ പറയാമെന്ന് പിണറായി വിജയനും പ്രതികരിച്ചു. സംസ്ഥാന പോലീസിലെ താക്കോൽ സ്ഥാനങ്ങളിൽ അഴിച്ചുപണി തുടങ്ങിയതിനു പിന്നാലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട TP സെൻകുമാർ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ചട്ടപ്രകാരമല്ല സ്ഥലമാറ്റമെന്നും തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം നിയമപരമായിട്ട് ഇതിലുള്ള തെറ്റുകളൊക്കെ എനിക്കറിയാം. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ വയലേഷൻ പ്രകാശ് സിംഗ് കേസിൻ്റെ ഉണ്ട്, അതുപോലെ കേരള പോലീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ട്. ഇതൊക്കെ അറിയാം. എന്നാൽ അങ്ങനെയൊരു ഇതിൽ പറ്റിയുകൊണ്ട് എനിക്ക് ഐ മേ സ്റ്റിൽ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ. തന്റെ പിൻഗാമിയായി DGP ബാറ്റൺ ഏറ്റുവാങ്ങുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കും കിട്ടി സെൻകുമാറിന്റെ കയ്യിൽ നിന്നും മുനവച്ച 2 വാക്ക്. കാരണം ഐ ഡോണ്ട് ഹാവ് എനി എന്താ പറയുന്നത് ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റേ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 5 സ്റ്റാർ ഡിന്നറോ ഒന്നുമില്ല. സ്റ്റേറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ്. നമ്മൾ കുറച്ച് സമയം പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈച്ച് ഗവൺമെൻറ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോളിസി. അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല, അതെനിക്കറിയാം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെൻറ് ടു ഡിസൈഡ്. ഇൻ എനി കേസ് ഐ കനോട്ട് ബിക്കം ബെഹ്റ. ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. സെൻകുമാർ ക്യാൻ ബി സെൻകുമാർ, ബെഹ്റ ക്യാൻ ബി ബെഹ്റ. കാവ്യനീതി എന്നോണം പുതിയ വിജിലൻസ് ഡയറക്ടറാവുന്ന ജേക്കബ് തോമസിന്റെ പ്രതികരണം അർദ്ധഗർഭമായിരുന്നു. ഏത് സ്ഥാനചലനത്തിന് പിന്നിലും ഒരു സന്ദേശമുണ്ടാകുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു വെച്ചപ്പോൾ അതെവിടെയൊക്കെയോ കൊള്ളുന്നത് പോലെ തോന്നി. എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഒരു ഭംഗിയുണ്ടല്ലോ, എല്ലാത്തിലും മെസ്സേജുകളില്ലേ നല്ലതും. സർക്കാരിനെ വിമർശിച്ച സെൻകുമാറിനുള്ള മറുപടി പിന്നെ പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വന്നയുടനെ അതിനു മുമ്പത്തെ LDF സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥരെയും മാറ്റിയിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഏതായാലും ശ്രീ സെൻകുമാർ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മുഖം നോക്കാതെ നിയമം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെയേറെ പ്രാഗൽഭ്യം ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിവരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച DGP മഹേഷ് കുമാർ സിംഗ്ലയെ ഒഴിവാക്കി 1 വർഷം മുമ്പാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള DGPയായി സർക്കാർ നിയമിച്ചത്. 1991 അധികാരത്തിലെത്തിയ കരുണാകരൻ സർക്കാർ അന്നത്തെ DGP രാജഗോപാലൻ നായരെ മാറ്റി TV വെങ്കടാചലത്തെ നിയമിച്ചിരുന്നു. 2001 അധികാരത്തിലെത്തിയ AK ആന്റണിയും അന്നത്തെ DGP പത്മനാഭനെ മാറ്റി ജോസഫ് ഡഗ്ലസിനെ നിയമിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സീനിയർ ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തി താരതമ്യേന ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയമിച്ച സർക്കാരിൻ്റെ നടപടി വിമർശന വിധേയവുമായിരുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയ്ക്ക് പ്രമുഖ ആയുധ വ്യാപാരിയിൽ നിന്നും സഹായം ലഭിച്ചിരുന്നുവോ എന്ന് കേന്ദ്ര ധനമന്ത്രാലയം പരിശോധിക്കുന്നു. ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിയുടെ സഹായം ലഭിച്ചിരുന്നോ എന്നാണ് പരിശോധന. 2009 പ്രമുഖ ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരി ലണ്ടനിൽ ബ്രിയാൻസ്റ്റൺ സ്ക്വയറിൽ 19 കോടി രൂപ വിലമതിക്കുന്ന വസതി വാങ്ങിയിരുന്നു. ഇത് റോബർട്ട് വധേരയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. 2010 ഈ വീട് വിൽക്കുകയും ചെയ്തു. സഞ്ജയ് ഭണ്ഡാരിയുടെ 18 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ നിന്നും ലഭിച്ച ചില ഇമെയിൽ സന്ദേശങ്ങൾ വീട് വാങ്ങിയതുമായി ബന്ധപ്പെട്ടതായിരുന്നു. വീടിന്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച വിവരങ്ങളും മെയിലിലുണ്ട്. ഈ മെയിലാണ് റോബർട്ട് വധേരയുടെ പങ്ക് വ്യക്തമാകുന്നത്. സഞ്ജയ് ഭണ്ഡാരിയുടെ ബന്ധു സുമിത് ചന്ദയ്ക്ക് അയച്ച മെയിലിൽ വീട് അറ്റകുറ്റപ്പണിയുടെ തുക സംബന്ധിച്ചും ചർച്ചയുണ്ട്. ചെലവായ തുക റോബർട്ട് വധേരയിൽ നിന്നും ഈടാക്കണമെന്ന് സുമിത് ചന്ദ ആവശ്യപ്പെടുന്നു. എന്നാൽ വധേരയുടെ അഭിഭാഷകൻ ആരോപണങ്ങൾ പാടെ നിഷേധിച്ചു. മരുമകനെതിരെയുള്ള ആരോപണം സോണിയാഗാന്ധിയും നിഷേധിച്ചു. തെളിവുണ്ടെങ്കിൽ മോദി കേസുമായി മുന്നോട്ടു പോകട്ടെ എന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധേരയ്ക്കെതിരെ നേരത്തെയും അഴിമതി കേസുകളുണ്ട്. ഹരിയാനയിലും രാജസ്ഥാനിലും വധേര ഭൂമി വാങ്ങിയത് സംബന്ധിച്ച് അതാത് BJP സർക്കാരുകൾ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ക്യാൻസറിന്റെ നിരക്ക് വൻതോതിൽ ഉയരുന്നതായി പഠനം. യുവാക്കൾക്കിടയിൽ ഇത്തരം ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായും ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഒരു ലോക പുകയില വിരുദ്ധ ദിനം കൂടി ആചരിക്കുമ്പോൾ
പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും അപകട മുന്നറിയിപ്പും നൽകുകയാണ് ക്യാൻസർ രോഗ ചികിത്സാ രംഗത്തെ ഡോക്ടർമാർ. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ക്യാൻസർ കേരളത്തിൽ വർദ്ധിക്കുന്നുവെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. യുവാക്കൾക്കിടയിൽ പുകവലി, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം വൻതോതിൽ ഉണ്ടായിരിക്കുന്നുവെന്നും ഇത് തടഞ്ഞില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഓങ്കോളജി വിഭാഗം ഡോക്ടർ നിതിൻ രാജ് പറയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറുകൾ വായിലുണ്ടാകുന്ന ക്യാൻസറുകളാണ്. ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ ഏറ്റവും കൂടാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ പുകയില ഉൽപ്പന്നങ്ങൾ, സ്മോക്കിംഗ്, അതിന് പുറമെ പുകവലിക്ക് പുറമെ വായിൽ വെക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, ഇത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് 20-30 മടങ്ങാണ്. റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്ന ക്യാൻസർ രോഗികളിൽ 25% പുകയില ഉപയോഗിച്ചതിനെ തുടർന്ന് രോഗം പിടിപെട്ടവരാണെന്നും ഡോക്ടർമാരുടെ പഠനം വ്യക്തമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.